എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ സന്തോഷവാന്മാരാണോ? അതെയെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കൂ. 12 വർഷങ്ങൾക്കു ശേഷം ദുബായിലെ സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ ചരിത്രം രചിച്ചു. പക്ഷേ അതിന് പിന്നാലെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളെ ആക്രമിച്ചത് ആരൊക്കെയാണ്? സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ ബഹളത്തിന്റെ കാരണം എന്താണ്? ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതെല്ലാം അറിയാൻ ഈ വീഡിയോ അവസാനം വരെയും കാണൂ, കാരണം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡിന് 50 ഓവറിൽ 251 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഇന്ത്യയ്ക്ക് വളരെ ചെറിയ വിജയലക്ഷ്യമായിരുന്നെങ്കിലും രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും മികച്ച തുടക്കം നൽകി. ഇരുവരും ചേർന്ന് 100 റൺസ് പങ്കിട്ടു. ഗിൽ 31 റൺസ് എടുത്ത് പുറത്തായെങ്കിലും രോഹിത് ശർമ്മ 76 റൺസ് നേടി ഇന്ത്യയെ വിജയത്തിന്റെ വാതിലിലേക്ക് എത്തിച്ചു. പിന്നീട് അയ്യറും അക്ഷറും ചേർന്ന് വിജയപ്രകടനം തകർത്തപ്പോഴേക്കും ഇന്ത്യൻ ടീമിന് ചരിത്രനേട്ടം സ്വന്തമായിരുന്നു. മത്സരത്തിൽ വിജയിച്ച ശേഷം ഇന്ത്യൻ ടീം ഹോട്ടലിലേക്ക് തിരിക്കുമ്പോഴാണ് വെറുമൊരു ആഘോഷം ഒരു അതിക്രമത്തിൽ കലാശിച്ചത്. സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ, പ്രധാനമായും ചില പാകിസ്ഥാൻ ക്രിക്കറ്റ് ആരാധകർ, ഇന്ത്യൻ ടീമിന്റെ ബസിനെ അടഞ്ഞുപിടിക്കുകയായിരുന്നു. മൂഷണമടിയോടെ അവർക്കെതിരെ വെറുപ്പുഘോഷങ്ങൾ ഉയർന്നു. താരങ്ങളെ അധിക്ഷേപിച്ചു, കല്ലെറിഞ്ഞു, വാഹനത്തെ തടഞ്ഞു. താരങ്ങൾ ഭയന്നുപോയി, കാരണം അവരിൽ പലരും ആക്രമണത്തിന്റെ വലയിലായി. രോഹിതിനും കോഹ്ലിക്കും പാകിസ്ഥാൻ ആരാധകരുടെ വലിയ അതിക്രമം നേരിടേണ്ടി വന്നു. ഹാർദിക് പാണ്ഡ്യ, അയ്യർ, ചക്രവർത്തി എല്ലാവരും ആക്രമണത്തിന്റെ ഭീഷണിയിലായിരുന്നു. ഇന്ത്യ അകത്താക്കിപ്പോ എന്ന മുഷിപ്പിൽ ചിരിച്ചോടുന്ന ഒരു കൂട്ടം ആരാധകർ. ഇന്ത്യൻ താരങ്ങൾക്കും ആരാധകർക്കുമെതിരെ അതിക്രമം കൂടുതൽ കടുക്കുമ്പോഴാണ് ദുബായിലെ സുരക്ഷാ സേന ഇടപെട്ടത്. തുടർന്നുള്ള ആക്രമണത്തെ ശക്തമായി നേരിട്ട സേന പാകിസ്ഥാനി ആരാധകരെ നിയന്ത്രിച്ചു, ഇന്ത്യൻ ടീമിനെ സുരക്ഷിതമായി ഹോട്ടലിലെത്തിച്ചു. ഒരാളും പരിക്കേറ്റ് പതുങ്ങേണ്ടി വന്നില്ല. പക്ഷേ ഇത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങളുടെ കടുത്ത ആവേശം എങ്ങനെയായിരിക്കും എന്നതിന് ഒരു തെളിവ് തന്നെയായിരുന്നു. എന്തായാലും വലിയൊരു സംഭവ വികാസമാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിന് ശേഷം നടന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ആരാണ്? രോഹിത് ശർമ്മ, അക്ഷർ പട്ടേൽ, KL രാഹുൽ, അല്ലെങ്കിൽ ബൌളർമാരോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള പുതിയ ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.